ഭാമ രഹസ്യമായി താക്കോൽ മോഷ്ടിച്ച് സാരിത്തുമ്പിൽ ഒളിപ്പിക്കുന്നു. ഈ സമയം ചന്ദ്രൻ വന്ന് സംസാരിക്കുമ്പോൾ ഭാമ വെപ്രാളത്തോടെ മറുപടി നൽകി അവിടെ നിന്നു പോകുന്നു. ഭാമയുടെ പെരുമാറ്റത്തിൽ ചന്ദ്രൻ വലിയ സംശയം തോന്നുന്നു. ഭാമ ഓടിവന്ന് ശ്രുതിക്ക് താക്കോൽ നൽകുന്നു. തുടർന്ന് ശ്രുതിയും മീരയും കൂടി ആന്റണിയെ കാണാൻ ചെല്ലുന്നു. ആന്റണിയുമായി വഴക്കിട്ട ശേഷം ശ്രുതി താക്കോൽ ആന്റണിക്ക് കൈമാറുന്നു. രേവതിയോടുള്ള വൈരാഗ്യം തീർക്കാൻ സച്ചിയുടെ കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിടാൻ ആന്റണി ഗുണ്ടകളെ ചുമതലപ്പെടുത്തുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആന്റണിയുമായി പ്രശ്നമുണ്ടാക്കിയതിനെക്കുറിച്ച് സച്ചി രേവതിയോട് സംസാരിക്കുന്നു. എന്നാൽ സച്ചിയേട്ടൻ കൂടെയുള്ളപ്പോൾ തനിക്ക് ഒരു പേടിയുമില്ലെന്ന് രേവതി പറയുന്നു. നാളെ രാവിലെ ട്രിപ്പ് പോകുമ്പോൾ പൂക്കൾ വിതരണം ചെയ്യാൻ താനും കൂടെ വരാമെന്ന് രേവതി സമ്മതിക്കുന്നു. എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഗുണ്ടകൾ മതിൽ ചാടിവന്ന് സച്ചിയുടെ കാറിന്റെ ബ്രേക്ക് വെയർ അഴിച്ചുവിടുകയും പെട്രോൾ ചോർത്തുകയും ചെയ്യുന്നു. തുടർന്ന് സംശയം തോന്നാതിരിക്കാൻ താക്കോൽ തുറന്നിട്ട ജനലിലൂടെ വീട്ടിനുള്ളിലേക്ക് എറിഞ്ഞിട്ട് അവർ രക്ഷപ്പെടുന്നു. രാവിലെ സച്ചിയും രേവതിയും ഇറങ്ങാൻ നേരം പ്രമീല ചേച്ചി പൂ വാങ്ങാനായി വീട്ടിലെത്തുന്നു. അതിനാൽ രേവതിയുടെ യാത്ര ഒഴിവാവുകയും സച്ചി ഒറ്റയ്ക്ക് വണ്ടിയെടുത്ത് പോവുകയും ചെയ്യുന്നു. യാത്രയ്ക്കിടയിൽ വണ്ടിയുടെ ബ്രേക്ക് കിട്ടാതെ സച്ചി പരിഭ്രാന്തനാകുന്നു. മുന്നിലുള്ള ബൈക്കിൽ ഇടിക്കാതെ വണ്ടി നിർത്താൻ ശ്രമിക്കുമ്പോൾ ബൈക്ക് യാത്രക്കാരന്റെ ഹെൽമെറ്റ് തെറിച്ചുപോകുന്നു. ആ ബൈക്കിൽ ഉണ്ടായിരുന്നത് പോലീസുകാരനായ അരുൺ ദേവുവിന്റെ കാമുകൻ ആയിരുന്നു. സച്ചിയെ കണ്ടതോടെ അരുണിന് അവനിട്ട് പണി കൊടുക്കാൻ വലിയൊരു അവസരം ലഭിക്കുകയാണ്.